നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2024 ഒക്ടോബർ 9 മുതൽ വക്രത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം 2025 ഫെബ്രുവരി 4 തീയതിയോടുകൂടി തന്റെ വക്രഗതിയെ അവസാനിപ്പിച്ച് നേർഗതി പ്രാപിക്കുന്നു. മകേരം നക്ഷത്രത്തിന്റെ 2ാം പാദത്തിൽ നിന്നും വക്രം പ്രാപിച്ച വ്യാഴം രോഹിണി നക്ഷത്രത്തിന്റെ 2ാം പാദം വരെ രാശിമാറ്റമില്ലാതെ സഞ്ചരിക്കുന്നു. നിലവിൽ ഇടവം രാശിക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ വക്രമാറ്റം അത്ര ഗുണപ്രദമല്ല. പ്രത്യേകിച്ച് വ്യാഴം നിൽക്കുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാകും. എന്നാൽ ഓരോ രാശിക്കാരെയും വ്യാഴത്തിന്റെ വക്രമാറ്റം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ബാധിക്കുക. വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല രാശിക്കാർക്കും ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതിനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാക്കിയിരുന്നതാണ്. എന്നാൽ ഫെബ്രുവരി 4 തീയതിയോടുകൂടി വ്യാഴം വക്രഗതിയിൽ നിന്നും മാറി സഞ്ചരിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് ദോഷഫലങ്ങൾ വർദ്ധിക്കുകയും മറ്റു ചില രാശിക്കാർക്ക് ഗുണഫലങ്ങൾ അധികരിക്കുകയും ചെയ്യും. അത്തരത്തിൽ വ്യാഴത്തിന്റെ വക്രമാറ്റം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എപ്രകാരം ബാധിക്കുന്നു എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. കൂടാതെ വ്യാഴത്തിന്റെ വക്രമാറ്റം മെയ് മാസത്തിലുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം വരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. എന്നാൽ രാശിമാറ്റത്തിന് ശേഷം വ്യാഴം പ്രദാനം ചെയ്യുന്ന ഫലങ്ങൾക്ക് അപ്പാടെ മാറ്റമുണ്ടാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സംശയങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സത്യസന്ധമായ ഇത്തരം ജ്യോതിഷ അറിവുകൾ നേടുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജ്യോതിഷത്തിൽ സർവൈശ്വര്യകാരകനായ വ്യാഴത്തിനെ കൊണ്ട് തന്റെ ബുദ്ധി, ആത്മജ്ഞാനം, ധനം, ശരീരപുഷ്ടി, പുത്രന്മാരെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്നിവയെ കൂടാതെ 2, 5, 9, 10, 11 എന്നീ രാശിഭാവങ്ങളെയും ചിന്തിക്കുന്നു. ഇതിൽ 5ാം ഭാവം പുത്രസ്ഥാനവും കൂടാതെ ലക്ഷ്മി സ്ഥാനവുമാണ്. 9ാം ഭാവം ഭാഗ്യസ്ഥാനവും 2ാം ഭാവത്തിനെ കൊണ്ട് വിദ്യയും ധനവും ചിന്തിക്കുന്നു. 11ാം ഭാവം ധനം ലഭിക്കാനുള്ള പലവിധ മാർഗങ്ങളാണ്. 10ാം ഭാവം തൊഴിൽ സ്ഥാനമായും ജ്യോതിഷത്തിൽ കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രമാറ്റം ഇത്യാദി ഭാവങ്ങളെയും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളെയും വളരെയധികം ബാധിക്കുന്നവയാണ്. എന്നാൽ ജാതകത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും നിങ്ങളുടെ മഹാദശ, അപഹാരം എന്നിവ നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ വ്യാഴത്തിന്റെ വക്രമാറ്റവും ദുസ്ഥാനത്തെ സ്ഥിതിയും നിമിത്തമുള്ള ദോഷഫലങ്ങൾ എല്ലായ്പ്പോഴും കുറഞ്ഞിരിക്കും. അതിലാദ്യമായി മേടം രാശിക്കൂറുകാർ. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക്. മേടം രാശിക്കാർക്ക് നിലവിൽ വ്യാഴം ധനഭാവത്തിൽ ഉച്ചബലത്തോടുകൂടി വക്രസ്ഥനായി നിലകൊള്ളുന്നു. ഇവർക്ക് ഇത് ഏറ്റവും ഉത്തമമാണ്. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രമാറ്റം ഇവർക്ക് അത്ര ശോഭനീയമല്ല, എന്നാൽ ദോഷപ്രദവുമല്ല. ഇപ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾക്ക് കുറവുണ്ടാകും എന്ന് മാത്രം. 2ാം ഭാവം വിദ്യാസ്ഥാനമായതിനാൽ പണ്ട് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ കഴിയാതെ വന്ന വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വ്യാഴത്തിന്റെ വക്രസ്ഥിതി നിമിത്തം ലഭിക്കുന്നതാണ്. എന്നാൽ ഫെബ്രുവരി 4 തീയതിക്ക് ശേഷം ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. അതിനാൽ ഈ കാലഘട്ടം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വ്യാഴത്തിന്റെ വക്രമാറ്റത്തോടുകൂടി സാമ്പത്തിക കാര്യങ്ങളിൽ കാലതാമസമോ വെല്ലുവിളികളോ വരുത്തിയേക്കാം. നിങ്ങളുടെ ചെലവ് ശീലങ്ങൾ, നിക്ഷേപങ്ങൾ, മൊത്തത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവ പുനഃപരിശോധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ വക്രമാറ്റം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വരുമാനത്തിൽ കുറവുണ്ടാക്കുന്നതാണ്. വക്രമാറ്റത്തെക്കാൾ വ്യാഴത്തിന്റെ രാശിമാറ്റം മേടം രാശിക്കൂറുകാർക്ക് നല്ല രീതിയിൽ ബാധിക്കാൻ ഇടയുള്ളതിനാൽ മെയ് മാസം കഴിയുന്നതിന് മുൻപായി ഹ്രസ്വകാല നേട്ടങ്ങളെക്കാൾ ദീർഘകാല സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതും ഉത്തമമായിരിക്കും. 2ാം ഭാവം ധനസ്ഥാനവും വിദ്യാസ്ഥാനവുമായതിനാൽ മേടം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും അതുപോലെ തന്റെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് പുതിയ കോഴ്സുകളിൽ ചേരുന്നതിനും അനുയോജ്യമായ സമയമാണിത്. PSCയും മറ്റും എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക്
ഈ കാലയളവ് പോലെ വക്രമാറ്റത്തിന് ശേഷം ശോഭിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മേടക്കൂറുകാർക്ക് മുഖഭംഗി കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും. രണ്ടാം ഭാവം വാക്കിന്റെ സ്ഥാനമായതിനാൽ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അത്ര സുഖകരമായി സംസാരിക്കാൻ കഴിയാതെ പോകാം. അതിനാൽ തന്നെ പ്രാസംഗികർക്കും പൊതുപ്രവർത്തകർക്കും തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകാവുന്നതാണ്. ഇവർക്ക് ശത്രുനാശം സംഭവിക്കും. ഇത്രയും കാലം തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന ശത്രുദോഷങ്ങളിൽ നിന്ന് മോചനവും അത് നിമിത്തം ഏറെ ഐശ്വര്യവും കൈവരും. കൂടാതെ ഇവർക്ക് പല വിധത്തിലുള്ള ധനസമ്പാദന മാർഗം തെളിഞ്ഞു വരുന്നതാണ്. വീട്ടിൽ ഭാര്യയോടൊത്തുണ്ടായിരുന്ന പല വിധേനയുള്ള കലഹങ്ങൾ മാറുകയും ഭാര്യയോടൊത്ത് സന്തോഷകരമായി കഴിയുന്നതിനും വക്രഗതിയിൽ നിന്നുള്ള മാറ്റം ഇവരെ സഹായിക്കും. നേരത്തെ അപേക്ഷിച്ചിട്ട് കിട്ടാതിരുന്ന ജോലിക്ക് പിന്നെയും അപേക്ഷിക്കാൻ നല്ല അവസരമാണ്. അടുത്തതായി ഇടവം രാശിക്കൂറുകാർ. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. ഇടവക്കൂറുകാർക്ക് തന്റെ ജന്മഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് വ്യാഴത്തിന്റെ വക്രസ്ഥിതി ഏറെ ഗുണപ്രദമായിരുന്നു. എന്നാൽ വ്യാഴം വക്രത്തിൽ പ്രവേശിച്ചതോടുകൂടി ഇവർക്ക് ജോലിയിൽ പല വിധേനയുള്ള സ്ഥാനഭ്രംശങ്ങളും ജോലി സ്ഥലത്തോ വീട്ടിലോ പല വിധേന കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകും. ലഗ്നഭാവത്തിനെ കൊണ്ട് സൽകീർത്തിയും ആരോഗ്യവും ചിന്തിക്കാൻ സാധിക്കുന്നതിനാൽ ശ്രദ്ധയില്ല എങ്കിൽ ആരോഗ്യസ്ഥിതി അല്പം അവതാളത്തിലായേക്കാം. കൂടാതെ ഇവർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വരും. വക്രഗതി നിമിത്തം ആരോഗ്യത്തിൽ ഉണ്ടായിരുന്ന പുരോഗതി നിലനിർത്തുന്നതിനായി പുതിയ ജീവിതശൈലി പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്. പൊതുപ്രവർത്തന രംഗത്തും സമൂഹത്തിന്റെ വിവിധ മേഖലയുമായി പ്രവർത്തിക്കുന്നവർ തന്റെ പെരുമാറ്റം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതും അപവാദമുണ്ടാക്കാവുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതുമാണ്. ഇവർ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ആചാര്യമര്യാദകളെ വെറുക്കുന്നതിനോ ഈശ്വരവിശ്വാസം കുറയുന്നതിനോ ഇടയാകുന്നതാണ്. ഭൂതകാലത്ത് നിന്നുള്ള വ്യക്തികളെ കാണാനും റീയൂണിയൻ പോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. അടുത്തതായി മിഥുനം രാശിക്കൂറുകാർ. മകീരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക്. മിഥുനം രാശിക്കാർക്ക് വ്യാഴം 12ാം ഭാവത്തിൽ വക്രം പ്രാപിച്ചിരുന്നതിനാൽ ഇതുവരെ ഉണ്ടായിരുന്ന കടങ്ങളും മറ്റും വീട്ടുന്നതിനും സാമ്പത്തികമായി ഉണ്ടായിരുന്ന പല വിധേനയുള്ള ചെലവുകൾ കുറയുന്നതിനും ഇടയാകുന്നതാണ്. കൂടാതെ ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുകയും തീർത്ഥയാത്രകളും മറ്റുമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകളും കൈവരുന്നതാണ്. കൂടുതലായി ആത്മീയ ജ്ഞാനം നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്യും. ഇവർ കൂടുതൽ ധനം ചിലവഴിക്കും. ഇവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചെലവുകളും മറ്റും വക്രസ്ഥിതിയുടെ മാറ്റം മൂലം ഗണ്യമായി കുറയുന്നതാണ്. വാഹനത്തിന്മേലും ജോലിസ്ഥലത്തും മറ്റും ഉണ്ടായിരുന്ന അനാവശ്യ ചെലവുകളും വക്രമാറ്റത്തോടുകൂടി കുറയുന്നതിന് ഇടയാകുന്നതാണ്. എന്നാൽ വ്യാഴത്തിന്റെ 12ാമത്തെ സ്ഥിതി നിമിത്തം ഉണ്ടാകുന്ന ചെലവുകൾ പൂർണ്ണമായും ഇല്ലാതാകില്ല എന്ന് മനസ്സിലാക്കേണ്ടതുമാണ്. വ്യാഴത്തിന്റെ വക്രമാറ്റം നിമിത്തം ഇവർ ശത്രുക്കളോട് കാണിച്ചിരുന്ന മനോവീര്യത്തിന് കുറവുണ്ടാകും. കൂടാതെ പ്രശ്നങ്ങളെ നേരിടാനായി ഇതുവരെ കാണിച്ചിരുന്ന ആത്മവീര്യവും കുറയുന്നതാണ്. ഇവർ ജോലിയിലോ തന്റെ ബിസിനസ്സിലോ പുതുതായി എടുക്കേണ്ടതായ തീരുമാനങ്ങളെ നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കാതെ വരികയും വരുമാനത്തിന് ഗണ്യമായ കുറവുണ്ടാകുകയും ചെയ്യുന്നതാണ്. പൊതുവിൽ മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ വക്രമാറ്റം അത്ര ഗുണപ്രദമല്ല. അടുത്തതായി കർക്കിടകം രാശിക്കൂറുകാർ. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കൂറുകാർക്ക് 11ാം ഭാവത്തിലൂടെയാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് വക്രം കഴിയുന്നത് വരെ പുതിയ വരുമാന മാർഗങ്ങൾ നേടുന്നതിനും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനും സാധിക്കുന്നതാണ്. എന്നാൽ വക്രമാറ്റത്തോടു കൂടി ഇതുവരെ ഉണ്ടായിരുന്ന പുതിയ ആശയങ്ങളെല്ലാം പഴയ രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കാതെ വരികയും തന്റെ വരുമാനത്തിൽ കുറവുണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് സഹോദരന്മാരോടൊത്ത് ധാരാളം യാത്രകൾ ചെയ്യുന്നതിനും അവരുടെ സഹായങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ്. സഹോദരന്മാരുടെ സഹായത്തോടു കൂടി വിദേശയാത്ര ചെയ്യുന്നതിനും മാതാവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും മാതൃസ്വത്ത് ലഭിക്കുന്നതിനുമെല്ലാം ഈ വക്രമാറ്റം ഇടയാകും. ശരീരത്തിൽ പലവിധേന ഉണ്ടായിരുന്ന മുറിവുകളും
വിഷജീവികളുടെ ഉപദ്രവത്തിൽ ഉണ്ടായിരുന്ന നീരും മറ്റും മാറുന്നതിനും ആരോഗ്യ സംബന്ധമായി ഇതുവരെ ഉണ്ടായിരുന്ന ചിലവുകളും മറ്റും ഇല്ലാതാകുന്നതിനും ഇടയാകുന്നതാണ്. പലവിധേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ കൈവരുന്നതിനും ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ വരുമാനം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ്. കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം അത്യുത്തമ സ്ഥാനമായ 11 സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് വ്യാഴത്തിന്റെ വക്രമാറ്റം പൊതുവെ ദോഷപ്രദമല്ല. ഇവർക്ക് പഴയ വിദ്യാലയ സുഹൃത്തുക്കളോട് ഒത്തുചേരുന്നതിനും സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിലയും വിലയും വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളിൽ ചില കാലതാമസങ്ങൾ ഉണ്ടായേക്കാം. അനാവശ്യമായ സാമ്പത്തിക റിസ്കുകൾ ഏറ്റെടുക്കാനുള്ള പ്രവണത ഉണ്ടാകും. അവ ഒഴിവാക്കേണ്ടതാണ്. അടുത്തതായി ചിങ്ങം രാശിക്കൂറുകാർ. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ വ്യാഴത്തിന്റെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല. ജാതകാൽ 10ൽ നിൽക്കുന്ന വ്യാഴം ഏറ്റവും ഗുണപ്രദമാണെങ്കിലും ഗോചരവശാൽ 10ൽ നിൽക്കുന്ന വ്യാഴം ഒട്ടും ശുഭഫലദായകനല്ല. വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരോഗ്യത്തിന് പലവിധേന പ്രശ്നങ്ങൾ ഉണ്ടാകും. കൂടാതെ ചെയ്യുന്ന ജോലിയിൽ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതുമാണ്. കൂടാതെ പലവിധേന ആവശ്യങ്ങൾക്കായി ധനം അമിതമായി ചിലവഴിക്കുകയും ചെയ്യും. എന്നാൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് ഇത്തരം ദോഷഫലങ്ങളിൽ നിന്നും മോചനം ഉണ്ടായിരിക്കാം. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രമാറ്റം ഇവർക്കൊരൽപ്പം ദോഷപ്രദമാണ്. 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ചിങ്ങം രാശിക്കാർക്ക് അസൂയക്കാർ ഏറെ വന്നു ഭവിക്കുന്നതാണ്. കൂടാതെ സാഹിത്യകാരന്മാർക്ക് ഈ കാലഘട്ടം ഗുണപ്രദമായിരിക്കുകയും ചെയ്യും. ഇവർക്ക് ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണം ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞിരിക്കും. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള സഹായവും ഇവർക്ക് ലഭിക്കുന്നതല്ല. മാതാപിതാക്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ വരുന്നതിനും അവയ്ക്കായി ധനം ചിലവഴിക്കേണ്ടതായും അവസ്ഥകളും വ്യാഴത്തിന്റെ 10ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് സംജാതമാകുന്നതാണ്. അടുത്തതായി കന്നിരാശിക്കൂറുകാർ. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. കന്നിക്കൂറുകാർക്ക് നിലവിൽ വ്യാഴത്തിന്റെ സ്ഥിതി ഏറ്റവും ഗുണപ്രദമാണ്. 9ലെ വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനും പുത്രസൗഭാഗ്യം ഉണ്ടാകുന്നതിനും PSC എഴുതി ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടാതെ വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കുന്നതിനും ഗുണപ്രദമായ സമയമാണ്. അതിനാൽ തന്നെയും വ്യാഴം വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇത്തരം ഗുണങ്ങൾ അധികരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെയും വ്യാഴത്തിന്റെ വക്രമാറ്റം ഇവർക്കൊരൽപ്പം ക്ഷീണം ചെയ്യുന്നതാണ്. 9ൽ നിൽക്കുന്ന വ്യാഴത്തിന് 7ാം ഭാവാധിപത്യം ഉള്ളതിനാൽ ഭാര്യയ്ക്ക് വേണ്ടി പലവിധേന ധനം ചിലവഴിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഭാര്യയ്ക്ക് പുതിയ വസ്ത്രം വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ മറ്റ് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനോ ആയി ഇവർ ഏറെ ധനം ചിലവഴിക്കും. ഇവർ പല പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നതിനും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ജനസമ്മതി ലഭിക്കുന്നതിനും ഈ കാലഘട്ടം ഇടയാകും. ഇവർക്ക് വക്രമാറ്റം ഒട്ടും ദോഷപ്രദമല്ല. അതിനാൽ തന്നെയും വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ചെയ്തു പൂർത്തിയാക്കേണ്ടതാണ്. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുകയും ചെയ്യുന്ന തൊഴിലിൽ നിന്നോ വ്യാപാര വ്യവസായങ്ങളിൽ നിന്നോ ഏറെ ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ്. കൂടാതെ ക്ഷേത്രങ്ങളുടെയോ അതല്ലെങ്കിൽ മതപരമായ സ്ഥാപനങ്ങളുടെയോ നേതൃസ്ഥാനമോ മറ്റോ വഹിക്കുന്നതിനും ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ്. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള ചിങ്ങക്കൂറുകാരായ മക്കൾക്ക് ഈ കാലഘട്ടം ഒരൽപ്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. ചില ബാലാരിഷ്ടത രോഗങ്ങൾ പിടിപെടുന്നതിനും അതിനാൽ തന്നെ അവർക്ക് മാനസികമായി ഒരൽപ്പം കഷ്ടപ്പാട് സഹിക്കേണ്ടതായ അവസ്ഥകളും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അടുത്തതായി തുലാം രാശിക്കൂറുകാർ. ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക്. തുലാക്കൂറുകാർക്ക് നിലവിൽ അഷ്ടമ വ്യാഴമാണ്. ഇതിവർക്ക് ഒട്ടും ഗുണപ്രദമല്ല. ഈ കാലഘട്ടത്തിൽ കൂട്ടുകാരൊത്ത് ചേരുമ്പോഴെല്ലാം അല്ലെങ്കിൽ അവരോടൊത്ത് മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴെല്ലാം ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. കാരണം ബന്ധനത്തിന് സാധ്യത കൂടുതലുള്ളൊരു കാലഘട്ടമാണിത്. കൂടാതെ പലവിധേന രോഗദുരിതങ്ങൾ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും
അതിനാൽ തന്നെ വളരെയേറെ സഞ്ചാരക്ലേശം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകുന്നതാണ്. മരണതുല്യമായ ചില രോഗങ്ങൾ പോലും ഈ സമയത്ത് പിടിപെടാൻ ഇടയാകുന്നതുമാണ്. എന്നാൽ വ്യാഴത്തിന്റെ വക്രസ്ഥിതി നിമിത്തം ഇത്തരം ദോഷങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിച്ചിട്ടുണ്ടാകും. എന്നാൽ അത്തരത്തിൽപ്പെട്ട വ്യാഴമാണ് വക്രം മാറി നേർഗതിയിലേക്ക് വരുന്നത്. അതിനാൽ തന്നെ തുലാം കൂറുകാർക്ക് വ്യാഴത്തിന്റെ വക്രമാറ്റം വളരെ ദോഷപ്രദമാണ്. 8ാം ഭാവത്തിലെ വ്യാഴത്തിനെ കൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടിയോ കൂട്ടുകാർക്ക് വേണ്ടിയോ ബന്ധുക്കൾക്കു വേണ്ടിയോ എല്ലാം എന്ത് കാര്യവും ചെയ്യുന്നതിന് ഇറങ്ങി പുറപ്പെടുന്നതാണ്. മുൻപിൻ നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന ഇവരുടെ ഈ സ്വഭാവം ഇവരെ പലവിധ ദോഷങ്ങളിലേക്കും കൊണ്ടെത്തിക്കും. എന്നാൽ തപാൽ വകുപ്പിലും മറ്റും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു കാലഘട്ടമാണിത്. വകുപ്പിൽ ജോലി ചെയ്യുന്ന തുലാക്കൂറുകാർക്ക് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്ന നല്ല അനുകൂലമായ സമയമാണ്. അഷ്ടമ വ്യാഴത്തിന്റെ ഈ സമയത്ത് ഒരു പക്ഷേ കൂട്ടുകാരാൽ സഹായം ലഭിച്ച് വീട് പണിയുന്നതിന് ഇടയാകുകയും ചെയ്യും. ഇവർ സ്ത്രീകളോട് ഇടപഴകുമ്പോൾ ഒരൽപ്പം ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കേസ്, വഴക്ക് മുതലായവ വന്നു ഭവിക്കാൻ ഇടയാകുന്നതാണ്. വയറുമായി ബന്ധപ്പെട്ട പലവിധേന രോഗങ്ങൾ വന്നു പിടിപെടുന്നതിന് സാധ്യത അധികമാണ്. ഇവർക്ക് എന്തൊരു കാര്യം ചെയ്താലും അതിലൊരു തടസ്സം എപ്പോഴും ഉണ്ടാകുന്നതാണ്. പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കുകയും എന്നാൽ അവർ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായും വരും. എന്നാൽ സർക്കാർ സഹായത്താലും മറ്റു ബന്ധുജനങ്ങളുടെ സഹായത്താലും ഈ സംരംഭങ്ങൾ ഇവർക്ക് വിജയിപ്പിച്ചെടുക്കാനും സാധിക്കുന്നതാണ്. സന്താനങ്ങളുമായി പലവിധേന കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും അവരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ സമയത്ത് സാധിക്കുന്നതാണ്. അടുത്തതായി വൃശ്ചികം രാശിക്കൂറുകാർ. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ചവർക്ക്. വൃശ്ചിക കൂറുകാർക്ക് വ്യാഴം ഏറ്റവും ഗുണപ്രദമായ രാശിയിലാണ് നിലനിൽക്കുന്നത്. വ്യാഴത്തിന്റെ 7ാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് വളരെ എളുപ്പം വിവാഹം നടക്കുന്നതിനും വ്യവസായ വാണിജ്യ മേഖലകളിൽ നിന്നും ധനലാഭം ഉണ്ടാകുന്നതിനും വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ മുതലായ ആഡംബര വസ്തുക്കൾ തന്റേതായി വാങ്ങുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദേശത്ത് ജോലി ചെയ്യുന്നതിനും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ്. വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഈ ഗുണാനുഭവങ്ങൾ കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുണ്ടാകാം. അതിനാൽ തന്നെയും വ്യാഴത്തിന്റെ വക്രമാറ്റം ഇവർക്ക് ഗുണഫലങ്ങൾ നിലവിൽ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരൽപ്പം കുറയും. ഇവർക്ക് കുടുംബപരമായി സ്വത്തുക്കൾ കൈവന്നു ചേരാൻ അവസരമുണ്ടാകുന്നതാണ്. കുട്ടികൾക്ക് പുതിയ കോഴ്സുകളിൽ, പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും മറ്റും അവസരം ഉണ്ടാകുന്നതാണ്. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും വളരെ ലാഭത്തോടുകൂടി അവ വിറ്റഴിക്കുന്നതിനും ഇവർക്ക് സാധിക്കും. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ചില പ്രൈസുകളും ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. ഇവർ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുകയും ചെയ്യുന്നതാണ്. അടുത്തതായി ധനുരാശിക്കൂറുകാർ. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക്. ധനുക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം രോഗസ്ഥാനമായ 6ലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർ വീട് വെക്കുന്നതിനോ സ്ഥലം വാങ്ങുന്നതിനോ മറ്റോ ആയി പലവിധേന ലോണുകളും മറ്റും എടുത്തിട്ടുണ്ടാകാം. അവ അടയ്ക്കുന്നതിനായി ഒരൽപ്പം ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരൽപ്പം അയവ് വന്നിട്ടുണ്ടാകാം. അതിനാൽ തന്നെയും വ്യാഴത്തിന്റെ വക്രമാറ്റം ഇവർക്കൊരൽപ്പം ദോഷപ്രദം തന്നെയാണ്. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ചെറിയ കാര്യങ്ങളോട് പോലും വളരെ കോപശീലം പ്രകടിപ്പിക്കും. ശത്രുക്കളെ നിഷ്പ്രഭരാക്കാൻ ആഭിചാര ക്രിയകളോ മറ്റു പ്രതിക്രിയകളോ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. തനിക്കിഷ്ടപ്പെട്ട ചെടിയോ മറ്റോ എവിടെയെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ അവ കൈക്കലാക്കാൻ ശ്രമിക്കരുത്. ഇത്തരം ചെറിയ തമാശകൾക്ക് പോലും പിന്നീട് വലിയ വില കൊടുക്കേണ്ടതായ അവസ്ഥകൾ ഉണ്ടായേക്കാം. ഇവർ ധനം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കൂടാതെ തൊഴിൽ രംഗത്ത് മിശ്രഫലമായിരിക്കും അനുഭവത്തിൽ ഉണ്ടാകുക. വ്യാപാര മേഖലകളിൽ നിന്നും ലാഭവും നഷ്ടവും ഇടകലർന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. സാങ്കേതിക വിദ്യകളോ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് ഈ കാലം അനുകൂലമാണ്. ദോഷകാലഘട്ടമാണെങ്കിലും 3ലെ ശനിയുടെ സ്ഥിതി ഇവർക്ക് ഏറെ ഗുണപ്രദമായതിനാൽ ഇവർ ഗൃഹം നന്നാക്കുന്നതിനും വീട് പണിയുന്നതിനുമായി ഏറെ ധനം ചിലവഴിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. അടുത്തതായി മകരം രാശിക്കൂറുകാർ. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം,
തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. മകരക്കൂറുകാർക്ക് നിലവിൽ വ്യാഴത്തിന്റെ സ്ഥിതി ഏറ്റവും ഗുണപ്രദമാണ്. കൃഷി, ഫാമിംഗ് മുതലായവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഏറെ ഗുണപ്രദമായ കാലഘട്ടമാണിത്. വീട്ടിലേക്ക് സ്വർണം വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനുമെല്ലാം ഇവർക്ക് അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട പുതുവസ്ത്രം വാങ്ങുന്നതിനുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സാധിച്ചിരിക്കും. വ്യാഴത്തിന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് ഇത്തരം ഗുണങ്ങൾ അധികരിച്ചിരിക്കും. അതിനാൽ തന്നെയും വക്രമാറ്റം ഇവർക്ക് ഇത്തരം ഗുണദോഷങ്ങളെ ഒരൽപ്പം കുറയ്ക്കുന്നതാണ്. ഇവർക്ക് പൊതുവിൽ ഒരൽപ്പം മനോധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വ്യവസായ വാണിജ്യപരമായി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചെറിയ ചില തടസ്സങ്ങളെല്ലാം അനുഭവപ്പെടാം. കൂടാതെ മനസ്സുഖം ഒരൽപ്പം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് പ്രവർത്തികളിൽ വിഘ്നമുണ്ടാകാമെങ്കിലും ഇവർ തന്റെ തീരുമാനങ്ങൾ വിജയിപ്പിക്കുന്നതിനായി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തന്റെ പ്രവർത്തികളെല്ലാം തന്നെ വിജയിക്കുന്നത് വരെ ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പഠന വിജയവും തൊഴിൽ യോഗവും ഉണ്ടാകുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ഉണ്ടാകും. വീട് നന്നാക്കാനും മറ്റുമായി ചില അപ്രതീക്ഷിത ധനഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനും വിദേശവാസത്തിനുമെല്ലാം അവസരം ലഭിക്കുന്നതുമാണ്. അടുത്തതായി കുംഭം രാശിക്കൂറുകാർ. അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക്. കുംഭക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിവർക്ക് ഒട്ടും ഗുണപ്രദമല്ല. അതിനാൽ തന്നെ ഇവർക്ക് ബന്ധുക്കൾ നിമിത്തം പലവിധ ക്ലേശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. കൂടാതെ ജോലി നിമിത്തമോ ശത്രുദോഷം നിമിത്തമോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ദൂരെ എവിടെയെങ്കിലും താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ വ്യാഴത്തിന്റെ വക്രസ്ഥിതി നിമിത്തം ഇത്തരം ദോഷങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടാകും. കൂടാതെ ഇവർക്ക് മനസ്സുഖവും സന്തോഷവും ലഭിക്കുന്നതാണ്. എന്നാൽ വ്യാഴം വക്രം മാറിയതോടുകൂടി പഴയ അവസ്ഥയിലേക്ക് ഇവർ പോകാനിടയാകും. അതിനാൽ തന്നെ വക്രമാറ്റം ഒട്ടും ഗുണപ്രദമല്ല. ഇവർ രാത്രിയാത്രകൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇവർക്ക് പ്രവൃത്തികളിൽ കൂടുതൽ അധ്വാനം വേണ്ടി വന്നേക്കാം. പലവിധേന സാമ്പത്തിക ഞെരുക്കവും ഇവർക്ക് അനുഭവപ്പെടും. ഈ കാലഘട്ടത്തിൽ ഇവർ സ്ത്രീകളോട് കൂടുതൽ ഇടപഴകുന്നതിനായി ഇഷ്ടപ്പെടുകയും തന്നെ എതിർത്ത് നിൽക്കുന്നവരോട് വളരെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഇവർക്ക് പുത്രന്മാരെ കൊണ്ട് ഏറ്റവും ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നതാണ്. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ ഇടയാകും. ഇവർക്ക് കാര്യ തടസ്സങ്ങൾ ഉണ്ടാകും. വീട്ടിൽ ഭാര്യയും ഒത്ത് പലപ്പോഴായി കലഹമുണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു സംശയം മുന്നിട്ട് നിൽക്കുന്നതാണ്. എന്നാൽ വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി സാധിക്കും. പനി, ഉദരവ്യാധി എന്നിവയെല്ലാം ഇവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. ഇവരുടെ ഉപാസനകൾക്ക് ചില മുടക്കങ്ങളും സംഭവിച്ചേക്കാം. ജോലി സംബന്ധമായോ മറ്റു ദൂരയാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾക്കും ഇവർക്ക് ഈ സമയത്ത് സംജാതമാകും. ബന്ധുക്കളിൽ ചിലർ തന്റെ ശത്രുക്കളായി മാറുന്നതിനും ഇടയാകുന്നതാണ്. അടുത്തതായി മീനം രാശിക്കൂറുകാർ. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. മീനക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം 3-ാം ഭാവത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനഭ്രംശമോ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സമോ ഉള്ളൊരു കാലഘട്ടമാണിത്. എന്നാൽ വ്യാഴത്തിന്റെ വക്രസ്ഥിതി നിമിത്തം ഇവർക്ക് ഇത്തരം ദോഷങ്ങളിൽ നിന്നും ഒരൽപ്പം അയവ് ലഭിച്ചിട്ടുണ്ടാകാം. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രമാറ്റം ഇവർക്കൊട്ടും ഗുണപ്രദമല്ല. ഇവർക്ക് ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായും ബിസിനസ്സിലും മറ്റും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ്. ഇവർക്ക് സഹോദരങ്ങളുമായും മറ്റും കലഹിക്കേണ്ടതായി വരും. ഇവർക്ക് തൊഴിൽ രംഗത്ത് ഒരൽപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. പൊതുവെ പണച്ചെലവ് ഉണ്ടാകാമെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നതിന് ഒരൽപ്പം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാലും ഇവർക്ക് മക്കളെ കൊണ്ട് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. സാഹിത്യകാരന്മാർ, പ്രാസംഗികർ മുതലായവർക്ക് ഈ കാലഘട്ടം വളരെ ഗുണപ്രദമാണ്.
മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തുകയും മറ്റും ചെയ്യുന്നത് ഉത്തമമാണ്. ഇവർ ശത്രുക്കളോട് ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറാകുന്നതല്ല. ശത്രുദോഷങ്ങൾ മാറുന്നതിനായി ഇവർ ആഭിചാര കർമ്മങ്ങളോ മറ്റു പ്രതിക്രിയകളോ ചെയ്യുന്നതിന് തയ്യാറാകുകയും ചെയ്യുന്നതാണ്. തനിക്ക് കാലം അനുകൂലമല്ലെങ്കിൽ കൂടിയും തന്റെ പ്രവർത്തികൾ വിജയത്തിലേക്ക് എത്തിക്കുവാനായി ഇവർ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് അവ ദോഷകരമായി ഭവിക്കുകയും ചെയ്യും. വിദേശത്തേക്കായി പോകാനിരിക്കുന്നവർക്ക് അത്ര ഗുണപ്രദമായ കാലഘട്ടമല്ല. പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനും മറ്റും അനുകൂലമായ സമയമാണിത്. ജോലിയിൽ സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ ഇവർക്ക് ലഭിച്ചേക്കാം. എന്നിരുന്നാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബഹുമതികളും മറ്റും ലഭിക്കാനും സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.